നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ആരോപണ വിധേയായ മാസപ്പടി കേസിൽ അന്വേഷണം ഊർജിതമാക്കി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ എക്സോലോജിക്കൽ സൊല്യൂഷൻസുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ മുഴുവൻ കമ്പനികൾക്കും വ്യക്തികൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് SFIO. അതിൻ്റെ ഭാഗമായി കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു സ്കൂൾ മാനേജർക്കും ലഭിച്ചു SFIOയുടെ നോട്ടീസ്. അനധികൃതമായ പണപ്പിരിവിലൂടെ നിരവധി വിവാദങ്ങളിൽപ്പെട്ട കടമ്പൂർ സ്കൂളിലെ മാനേജർ P. മുരളീധരനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. വലിയ സാമ്പത്തിക ഇടപാടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ഈ സ്കൂൾ മാനേജർ നടത്തിയിരിക്കുന്നതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് P. മുരളീധരന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടാണ് എക്സോലോജിക്കൽ സൊല്യൂഷൻസുമായി നടത്തിയിട്ടുള്ളത്, എത്രയാണ് തുക, ആ സാമ്പത്തിക ഇടപാടിന് പ്രതിഫലമായി എന്തുതരം സേവനമാണ്, ഉൽപ്പന്നമാണ് എക്സോലോജിക്കൽ സൊല്യൂഷൻസ് എന്ന് ലഭിച്ചത് തുടങ്ങിയതാണ് പ്രധാനമായും നോട്ടീസിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് എത്രയും വേഗം മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ കടമ്പൂർ സ്കൂളിലെ മാനേജർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വലിയ സാമ്പത്തിക ഇടപാടാണ് കടമ്പൂർ സ്കൂളിലെ മാനേജരും വീണ വിജയൻ്റെ എക്സോലോജിക്കൽ കമ്പനിയും തമ്മിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കണ്ടെത്തൽ. ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട ഇടപാട് മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടോ, അതിനുള്ള പ്രതിഫലമായിട്ടാണോ ഈ തുക മകളുടെ അക്കൗണ്ടിലേക്ക് അയച്ചത് എന്ന സംശയം പോലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു അന്വേഷണം ആയി മുന്നോട്ട് പോകാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലാകമാനം 12-13 കമ്പനികൾക്കാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതായത് CMRL എന്ന കമ്പനി മാത്രമല്ല, 2016-17 കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക്, അതായത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റതിനു ശേഷം വീണ വിജയൻ്റെ എക്സോലോജിക്കൽ സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി നിരവധി കമ്പനികളും വ്യക്തികളും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്. വമ്പൻ തുകയാണ് എക്സോലോജിക്കൽ സൊല്യൂഷൻസിൻ്റെ അക്കൗണ്ടുകളിലേക്ക് എത്തപ്പെട്ടത്. ഏത് സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ഡീലിങ്ങുകൾ നടത്തിയത്, ഇതിന് പകരമായി എന്ത് തരം സേവനമാണ് എക്സോലോജിക്കൽ സൊല്യൂഷൻസ് നൽകിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കുന്നത്. നേരത്തെ കരിമണൽ കമ്പനി, അതായത് വിവാദ കരിമണൽ കമ്പനിയായ CMRLുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ തുടർന്നാണ് എക്സോലോജിക്കൽ സൊല്യൂഷൻസും വീണ വിജയനും വിവാദങ്ങളിൽപ്പെട്ടത്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റതിന് പിന്നാലെ പല വർഷങ്ങളിലായി പല തവണയായി 1,72,00,000 രൂപ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്കും എക്സോലോജിക്കൽ സൊല്യൂഷൻസിൻ്റെ അക്കൗണ്ടിലേക്കും CMRLിൽ നിന്ന് വന്നിട്ടുണ്ടെന്നതായിരുന്നു ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ. ഏത് തരം സേവനത്തിനാണ് 1,72,00,000 രൂപ വീണ വിജയൻ്റെ കമ്പനിക്ക് നൽകിയതെന്ന ചോദ്യത്തിന് CMRLിൻ്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ CMRL MD ശശിധരൻ കർത്ത തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിന് മറുപടി നൽകി, ഒരു സേവനവും നൽകാതെയാണ് ഞങ്ങൾ 1,72,00,000 രൂപ പ്രതിഫലം നൽകിയത്. അപ്പോൾ അത് സേവനത്തിനുള്ള പ്രതിഫലമല്ല, മറിച്ച് മാസപ്പടിയുടെ പട്ടികയിൽ വരുമെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയായിരുന്നു. ആ 1,72,00,000 രൂപയ്ക്കുള്ള നികുതി പോലും വീണ വിജയനോ കമ്പനിയോ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയ്ക്ക് 1,72,00,000 രൂപ ഒരു വിവാദ കരിമണൽ കമ്പനി നൽകുകയായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ഇടപാടുകൾക്കുള്ള ഒരു പ്രതിഫലമായിട്ടാണോ ഈ തുക നൽകിയതെന്ന അന്വേഷണം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുകയായിരുന്നു. ഇത്രത്തോളം വലിയ സാമ്പത്തിക ഇടപാടുകൾ, ഗുരുതരമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായ ഘട്ടത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലെ രാജ്യത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയെ കേസ് ഏൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ആ ഏജൻസി കേസ് ഏറ്റെടുക്കുകയും പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്ത ഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, വീണ വിജയൻ്റെ എക്സോലോജിക്കൽ സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് മറ്റു പല കമ്പനികളുമായും മറ്റു പല വ്യക്തികളുമായും സാമ്പത്തിക ഇടപാടുണ്ട്. ആ സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹതയുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ ഗ്രാവിറ്റിയുള്ള അന്വേഷണം വേണം. തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോട് 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ SFIO നിർദ്ദേശം നൽകുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി CMRLിൽ നിന്ന് മൊഴിയെടുത്തു, അതുപോലെ KSIDCയിൽ നിന്ന് മൊഴിയെടുത്തു, വീണ വിജയൻ്റെ കമ്പനിയിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ വീണ വിജയനെതിരെ മറ്റൊരു കേസും കൂടി രൂപപ്പെടുകയായിരുന്നു. അതായത്
രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി വീണ വിജയന് എതിരായി വന്നു. അതായത് ഇത്തരത്തോളം വിവാദമായ എക്സോലോജിക്കൽ സൊല്യൂഷൻസ് എന്ന കമ്പനി ഒരു ഘട്ടത്തിൽ അടച്ചുപൂട്ടാൻ വീണ വിജയൻ തീരുമാനിച്ചു. അതിനുള്ള നടപടികൾ പൂർത്തിയാക്കി കമ്പനി അടച്ചുപൂട്ടി. എന്നാൽ കമ്പനി അടച്ചുപൂട്ടലിന് മുമ്പായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഹാജരാക്കിയ രേഖകളൊക്കെ തന്നെ കെട്ടിച്ചമച്ചതായിരുന്നെന്നും ആ രേഖകളൊക്കെ തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നുമുള്ള കണ്ടെത്തലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയത്. ഈ കേസിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി തേടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഇടപെടുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ രംഗപ്രവേശനം തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതിന് കാരണമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത് കേവലം 1,72,00,000 രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണം മാത്രമല്ല, കൊച്ചി കേന്ദ്രീകരിച്ച് കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന 125 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായി നടത്തേണ്ടതെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഈ കരിമണൽ ഇടപാടിൻ്റെ മറവിൽ 125 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് കൊച്ചിയിൽ നടന്നതെന്നുമായിരുന്നു EDയുടെ പ്രാഥമികമായ നിഗമനം. ആ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് കൂടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരളത്തിലേക്ക് എത്തിയത്. ഇതിൽ നിരവധി രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ട്. CMRL എന്ന കമ്പനിയുടെ അനധികൃത കരിമണൽ കടത്തിന് പിന്നിൽ വലിയ സാമ്പത്തിക നേട്ടം പല രാഷ്ട്രീയക്കാർക്കും ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി EDയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിൽ 2 ഹർജികൾ നിലവിലുണ്ട്. മുഖ്യമന്ത്രിയെ പ്രധാനമായും ആരോപണ വിധേയനാക്കിക്കൊണ്ടുള്ളതാണ് 2 ഹർജികളും. CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിക്ക് അനധികൃതമായി കരിമണൽ ലഭ്യമാകാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ അനധികൃതമായി ഇടപെട്ടു പിണറായി വിജയൻ എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ അനധികൃതമായി CMRLന് കടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എന്ന പദവി പിണറായി വിജയൻ ദുരുപയോഗം ചെയ്തു. വഴിവിട്ട ഇടപെടലുകൾ നടത്തി. വഴിവിട്ട ഇടപാടുകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടം CMRLന് ഉണ്ടാക്കിക്കൊടുത്തു. അതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ പാരിതോഷികമായി CMRL മുഖ്യമന്ത്രിക്കും മകൾക്ക് നൽകി. അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് എക്സോലോജിക്കൽ സൊല്യൂഷൻസ് വഴി 2016 മുതൽ ലഭിച്ചതെന്നതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ളവരാണ് ഇത്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹർജി നൽകിയത്. ആ ഹർജി അടുത്ത മാസം 3-ാം തീയതി കോടതി പരിഗണിക്കും. എന്തായാലും വീണ വിജയനെതിരെ ഇപ്പോൾ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ മാസപ്പടി കേസിൽ വീണ വിജയനെ കൊടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. വീണ വിജയനെതിരെയുള്ള പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീണ വിജയൻ്റെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പരിശോധിക്കുകയും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പരമാവധി രേഖകൾ സമാഹരിക്കുകയുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം.